അങ്ങനെ ഒരു 78-ൽ എൻ ശങ്കരൻ നായർ സംവിധാനം ചെയ്ത ഈ ഗാനം മറക്കുമോ എന്ന് പറയുന്ന ഒരു സിനിമ, ആ ഒരു സിനിമയിലൂടെയാണ് ആദ്യമായിട്ട് ഒരു സിനിമയിൽ മുഖം കാണിക്കണം, അല്ലെങ്കിൽ ഒരു സിനിമയിലേക്ക് ചുവട് വെക്കുന്നത്. അത് കഴിഞ്ഞിട്ടും പിന്നെ അദ്ദേഹം ചെറുതും വലുതും ഒക്കെ ആയിട്ടുള്ള കുറെ വേഷങ്ങൾ. പക്ഷെ അങ്ങനെ ഒരു എന്താ പറയാ, അങ്ങനെ ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ആക്ടർ അത്ര പെട്ടെന്ന് ആവാൻ അദ്ദേഹത്തിന് പറ്റില്ല. അപ്പോൾ അദ്ദേഹം പിന്നീട് തുടർന്നും ജോലിയൊക്കെ ചെയ്തിരുന്നു. അതായത് സിനിമയിൽ വന്ന ശേഷം 2-3 വർഷമൊക്കെ അദ്ദേഹം ജോലി ചെയ്തിരുന്നു. അപ്പോൾ അദ്ദേഹം തന്നെ പറയാറുണ്ട്, ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ചിലവർ വരും, സംസാരിക്കും, ആളുകൾ തിരിച്ചറിയുന്നുണ്ട്, പക്ഷെ ഒരു ജോലിയും അതിന്റെ മുന്നോട്ട് അദ്ദേഹം കൊണ്ടുവരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു 82 ആയപ്പോഴാണ് ഇപ്പോൾ IV ശശിയുടെ ഈ നാട് എന്ന് പറയുന്ന ഒരു സിനിമ. ആ ഒരു സിനിമ കണ്ടവർക്ക് അറിയാം എത്രത്തോളം ലാലു ലക്സ് എന്ന് പറയുന്ന ഒരു നടന് ആ ഒരു സിനിമ എന്താ പറയുക പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് ആ ഒരു വേഷം എന്നുള്ളതാണ്. കാരണം അതിൽ മമ്മൂക്ക അഭിനയിച്ചിട്ടുണ്ട്, TG രവി ഉണ്ട്. ശരിക്കും ബാലയ്യൻ നായരാണ് ആ ഒരു സിനിമയിലെ ഹീറോ എന്ന് പറയാം. പക്ഷെ അതിലെ ഒരു പോലീസ് ഓഫീസറുടെ ഒരു ക്യാരക്ടർ, അതായിരുന്നു ലാലു ലക്സിന്റെ ഒരു എന്താ പറയുക കരിയർ തന്നെ മാറ്റിമറിച്ചത്. അതിനുശേഷം പിന്നെ അദ്ദേഹം ശരിക്കും നായകതുല്യമായിട്ടുള്ള റോളുകൾ കുറേ വർഷം നമുക്കറിയാം. അദ്ദേഹം ഒരു 80 ഈ പറഞ്ഞൊരു 82-ൽ ഈ നാട് ഇറങ്ങിയ മുതൽ ഒരു 88 വരെയൊക്കെ ശരിക്കും പറഞ്ഞാൽ കുറേ സിനിമകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അന്നത്തെ മാഗസീൻസ് ഒക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ടോപ്പ് ഹീറോസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഈ പറഞ്ഞൊരു രതീഷ്, ശങ്കർ, മമ്മൂട്ടി, മോഹൻലാൽ, ആ കൂട്ടത്തിൽ ഒരു 10 പേരെടുത്താൽ അതിലൊരാൾ ലാലു ലക്സ് തന്നെയായിരിക്കും.